ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ബീൻസ് തോരനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ബീൻസ് തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ കുറച്ച് കടലപ്പരിപ്പ് കൂടിയാണ്. കടലപ്പരിപ്പിന് പകരം നമുക്ക് സാമ്പാർ പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ബ്രൗണിഷ് കളറാകുന്നത് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ട് നമുക്കിന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാള കൂടിയാണ്. ഞാനിപ്പോൾ ചെറിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ സവാള മതിയാവും. ഒരല്പം സവാളയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടിയാണ്. അപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ട് ചെറിയ രീതിയിലൊന്ന് വഴണ്ട് കിട്ടുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമേ ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ബീൻസ് ചേർക്കാം. അപ്പോൾ ബീൻസ് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചരിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ ആ ബീൻസും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടിയാണ്. തേങ്ങ ഒരുപാട് ചേർക്കണം എന്നുള്ള ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. അപ്പോൾ ചെറിയ ജീരകം ചെറുതായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ചെറുതായിട്ട് നല്ലതുപോലെ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം വെച്ചാൽ മതിയാവും. 1/2 മുതൽ ഒരു 1/4 കപ്പ് അളവിൽ വരെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളിത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മളിത് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ബീൻസ് എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് കിട്ടും. എന്നാൽ ശരി, ഇത് അത്രയും സമയം വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ ബീൻസിലുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അധികം കുഴഞ്ഞു പോകാതെ നല്ല കളർഫുള്ളായിട്ടാണ് നമ്മുടെ ബീൻസ് തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബീൻസ് തോരനാണ്. നമുക്ക് ഈ ക്രിസ്പി ആയിട്ടുള്ള കടലപ്പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. വീട്ടിൽ ബീൻസൊക്കെ വാങ്ങുമ്പോഴത്തേക്കും തോരൻ വെക്കുമ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.